എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമുക്കറിയാം, നമ്മൾ കുറെ നാളുകളായിട്ട് കാത്തിരുന്ന നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, റവന്യൂ വകുപ്പിന് കീഴിലുള്ള ഒരു തസ്തിക ആയതുകൊണ്ട് നമ്മുടെ കമ്പനി ബോർഡ് LGSനേക്കാളും കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ. തീർച്ചയായിട്ടും അതായത് പഠന നിലവാരം കുറച്ചുകൂടി ഉയർത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ LDയുടെ സിലബസാണ്. മാത്സ് 10 ചോദ്യങ്ങളുണ്ട്, ഇംഗ്ലീഷ് 10 ചോദ്യങ്ങളുണ്ട്, മലയാളം 10 ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്നും 30 മാർക്കിന്റെ ചോദ്യങ്ങൾ 10 10 10 എന്നാ പറഞ്ഞു പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് മാത്സിലെ മുഴുവൻ മാർക്കും നേടിത്തരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ മാത്സിന്റെ സീരീസ് തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്സിന്റെ 1ാമത്തെ റിവിഷൻ ക്ലാസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു. അതായത് 2025 നമ്മൾ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പോയപ്പോൾ കണ്ട 10 ചോദ്യങ്ങളും ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചു പോയ, അതിന് മുമ്പ് നടന്നുപോയ ഒരു പരീക്ഷയിലെ 10 ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ്. ആദ്യമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മക്കളെ, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലെ സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ് പരീക്ഷ. ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ഒക്കെ ഒക്ടോബർ മാസത്തിലാണ് പരീക്ഷ. ഒക്ടോബർ 17-ാം തീയതിയാണ്. ബാക്കിയുള്ള ജില്ലകളിലെ ഒക്ടോബർ 31-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഓർമ്മപ്പെടുത്തുന്നു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് പ്രിലിംസും മെയിൻസും ഇല്ല, ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാം. 2027 2028 കൂടി നമ്മള് റവന്യൂ വകുപ്പിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലെ നിയമിക്കപ്പെടുന്ന ആ നല്ല സുന്ദരമായ നിമിഷത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങളെ പരിഹസിക്കാനും അതേപോലെ പിന്തിരിപ്പിക്കാനും ഒരുപാട് നാവുകൾ ഉണ്ടാവും. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, സർക്കാർ ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന മറ്റൊരു അവസരമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ. ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തുക. ഓരോ അവസരങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ നീട്ടി വെക്കാതെ ഏതെങ്കിലും ഒരു അവസരത്തിലെ നിങ്ങളുടെ ആ ഒരു എൻട്രി, സർക്കാർ ജോലി എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. 1ാമത്തെ ചോദ്യം എന്താ? പിടിച്ചു. ബോർഡ് മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങളെ, അംശത്തിൽ കുറെ സംഖ്യകളുണ്ട്, അതേപോലെ ഛേദത്തിലും കുറെ സംഖ്യകൾ ഉണ്ട്. നമുക്കറിയാം, ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ എഴുതേണ്ടത് ബോർഡ് മാസ്. കണ്ടോ? ആദ്യം ബോർഡ് മാസ് എന്ന് എഴുതി വെച്ചു. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. എവിടെയെങ്കിലും ഓഫ് ഉണ്ടോ? ഇല്ല. ഇനി ഡിവിഷൻ ഉണ്ടോ നോക്കുക. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അത് ആദ്യം അങ്ങ് ചെയ്യണം. ഡിവിഷൻ എവിടാ കിടക്കുന്നത്? താഴെ ഒരു ഡിവിഷൻ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതങ്ങ് ചെയ്യാം. ആ ഡിവിഷൻ അങ്ങ് ഭംഗിയായിട്ട് അങ്ങ് ചെയ്തേക്കാം. ഇനി മുകളിൽ ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് താഴെ ഡിവിഷൻ ചെയ്യണം. ഇനി അതവിടെ നിൽക്കട്ടെ. മുകളില് ആദ്യം കിടക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പൊ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ മുകളിൽ ചെയ്യുക. നമുക്ക് മുകളിലും താഴെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ആദ്യം മുകളിൽ ചെയ്തെടുത്തതിന് ശേഷം താഴെ ചെയ്യാം. അതല്ലേ നല്ലത്? ആദ്യം മുകളിലത്തെ പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം, അതിനുശേഷം പിന്നെ താഴെ ചെയ്യാം. അപ്പൊ മുകളിലെ ഡിവിഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം.
മക്കളെ 16 4 കൂടെ ഗുണിക്കുക. 16 4 കൂടെ ഗുണിച്ചാല് എടാ 64 എന്ന് വരും. -48 +10 എന്ന് വരും. എഴുതി വെച്ചു. ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് ഡിവിഷൻ ആണ് ആദ്യം കിടക്കുന്ന. ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ ആദ്യമേ ചെയ്തു. 8 + 25 5 കൊണ്ട് ഹരിച്ചാല് 5 എന്ന് വരും. എഴുതി വെച്ചു. ഇനി നമുക്കിവിടെ അഡീഷന് സബ്ട്രാക്ഷന് മാത്രമല്ലേ ഉള്ളൂ. അഡീഷന് സബ്ട്രാക്ഷന് മാത്രമേ ഉള്ളെങ്കിൽ റൂളുകളൊന്നും നോക്കണ്ട. 64 എന്ന് നിങ്ങൾ 48 കുറച്ചിട്ട് അതിന്റെ കൂടെ ഒരു 10 കൂട്ടുക. എടാ 64 എന്ന് 48 കുറച്ചു കഴിഞ്ഞാൽ 64 എന്ന് 48 കുറച്ചാല് 14 എന്ന് 8 കുറച്ചാല് 6 എന്ന് വരും. പിന്നെ അവിടെ 5 ഉള്ളൂ. 5 4 കുറച്ചാ 1 വരും. 16 എന്ന് വരും. ആ 16ന്റെ കൂടെ 10 കൂടെ കൂട്ടിയാല് 26 എന്ന് വരും. ഡിവൈഡഡ് ബൈ 8 5 കൂടെ കൂട്ടിയാൽ 13 വരും. 26നെ 13 കൊണ്ട് ഹരിച്ചാല് നമ്മളുടെ ഉത്തരം 2 2 2 2. ഓപ്ഷൻ ബി ഈസ് ദ പക്ക 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അംശത്തിൽ കുറെ ക്രിയകൾ കിടപ്പുണ്ട്, ഛേദത്തിൽ കുറെ ക്രിയകൾ കിടപ്പുണ്ടെങ്കിൽ മക്കളെ ആദ്യം ചെയ്യേണ്ടത് അംശം അങ്ങ് ചെയ്യുക. അപ്പൊ അംശം ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം ഗുണിക്കുക, അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അഡീഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണം. എവിടെ? മുകളില്. അതേ പരിപാടി തന്നെ താഴെയും കൂടെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ഓപ്ഷനിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോ നോക്കുക, പോയി കുത്തുക, 1 മാർക്ക് ഉറപ്പിക്കുക. ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു 50 ചോദ്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്ടേ, ഒന്നുമില്ല. 2/5 പ്ലസ് 1/4 എത്ര എന്നാണ് ചോദ്യം. രണ്ടോ രണ്ടിലധികമോ ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് LCM മെത്തേഡ് ആണെന്നറിയാം. പക്ഷേ ആകെ രണ്ടെണ്ണമേ ഉള്ളെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ആകെ 2 ഭിന്നസംഖ്യകൾ മാത്രമേ ഉള്ളെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. കുഞ്ഞുങ്ങളെ 2ഉം 4ഉം കൂടെ ഗുണിച്ചാല് 8, പ്ലസ് ചിഹ്നം കൊടുത്തു. എടാ 5 1 കൂടെ ഗുണിച്ചാൽ 5 × 1 5 ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന 5ഉം 4ഉം കൂടെ ഗുണിച്ചാൽ ക്രോസ് ആദ്യം ഇങ്ങനെ ഗുണിക്കുക, പിന്നെ മേപ്പോട്ട് ഗുണിക്കുക, പിന്നെ ഛേദങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യുക. 5ഉം 4ഉം കൂടെ ഗുണിച്ചാല് 20 ആണ്. എടാ 8ഉം 5ഉം കൂടെ കൂട്ടിയാൽ 13. 13/20 13/20 ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞു തരാം. ആകെ 2 ഭിന്നസംഖ്യകൾ മാത്രമേ ഉള്ളൂ. കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ താഴോട്ട് ഗുണിക്കുക 2 × 4 8, മുകളിലോട്ട് ഗുണിക്കുക 5 × 1 5. ഇനി ഛേദങ്ങൾ തമ്മില് 5ഉം 4ഉം കൂടെ ഗുണിച്ചാല് 4 20, 8ഉം 5ഉം കൂടെ കൂട്ടിയാൽ 13. 13/20 ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. പോന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. മൂന്നാമത്തെ ചോദ്യം പിടിച്ചു. 3600ന്റെ 40% എത്ര എന്നാണ് ചോദ്യം. എടാ 3600ന്റെ 40% എത്ര എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ 3600 ഇന്ത്യക്ക് പകരം ഗുണനചിഹ്നം കൊടുത്തു. 3600ന്റെ 40% എന്ന് പറഞ്ഞാല് 40/100 അല്ലേ? 40% എന്ന് പറഞ്ഞാൽ 40/100. 20% എന്ന് പറഞ്ഞാൽ 20/100. 30% എന്ന് പറഞ്ഞാൽ 30/100. 40% എന്ന് പറഞ്ഞാൽ 40/100. താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും മുകളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും വിട്ടിപ്പോയി.
36നെ 4 കൊണ്ട് ഗുണിച്ചൊരു 0 ഇട്ട് കൊടുത്താൽ മതി. 36നെ 40 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 36നെ 4 കൊണ്ട് ഗുണിക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക. ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി ഇരട്ടി എടുക്കുക, പിന്നെയും ഇരട്ടി എടുക്കുക. 4 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി എന്താണ്? ആദ്യം ഇരട്ടി എടുക്കുക, പിന്നെയും ഇരട്ടി എടുക്കുക. മക്കളെ 36ന്റെ ഇരട്ടി 72. എടാ 72ന്റെ ഇരട്ടി 144. ആ 144ന്റെ കൂടെ ഒരു 0 കൂടെ കൊടുത്താൽ മതി. 144ന്റെ കൂടെ ഒരു 0 കൊടുത്തു കഴിഞ്ഞാല് വേണ്ടേ 1440 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് പോകുവാൻ സാധിച്ചു. ക്ലിയർ ആയോ? അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലായോ നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം 1440 ആയിരുന്നു. ഓപ്ഷനിൽ ആൻസർ ഇല്ല. സ്വാഭാവികമായിട്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയ ഒരു ചോദ്യമാണ്. പക്ഷേ ഇത്തരത്തില് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് ആ ചോദ്യം ഞാൻ പരിചയപ്പെടുത്തിയത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ദാ പിടിച്ചോ, ചോദ്യം ഇതാണ്. ഒരാള് 1400 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു. 15% നഷ്ടത്തിന് വിറ്റാല് ആ സൈക്കിളിന്റെ വിറ്റ വില എത്ര? വിറ്റ വില എത്ര? വിറ്റ വില എത്ര എന്നാണ് ചോദ്യം. എടാ 1400 രൂപയ്ക്കാണ് ഒരു സൈക്കിൾ വാങ്ങിച്ചത്. 1400 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് 15% നഷ്ടത്തിനാണ് വിറ്റത്. കണ്ടോ? 15% നഷ്ടത്തിനാണ് വിറ്റത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? 15% കിട്ടിയില്ലെന്നല്ലേ അർത്ഥം. 15% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാലോ 15% കൂടി കിട്ടി എന്നല്ലേ അർത്ഥം. 15% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാല് 15% കിട്ടിയില്ല. 15% കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും ഒരു സാധനം വാങ്ങുന്ന വില എന്ന് പറഞ്ഞാൽ 100%. ഒരു സാധനം വാങ്ങുന്ന വില എന്ന് പറഞ്ഞാൽ 100%. അവിടെ നിന്നും 15% കിട്ടിയില്ലെങ്കിൽ 100ന്ന് 15 കുറയ്ക്കുക. എടാ 100ന്ന് 15 കുറയ്ക്കുക. 100ന്ന് 15 കുറച്ചാൽ 85. അപ്പോൾ 85% കിട്ടിയുള്ളൂ. 85% കിട്ടിയുള്ളൂ. അതായത് 1400ന്റെ 85% കണ്ടുപിടിച്ചാൽ മതി. 15% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ 115%-ത്തിനാണ് വിറ്റതെന്ന് പറയാം, അല്ലേ? 15% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാല് 15% കുറച്ച് പറയുക. 100ന്ന് 15 കുറച്ചാല് 85%-ത്തിനാണ് വിറ്റത്. അതായത് 1400ന്റെ 85% കണ്ടുപിടിച്ചാൽ മതി. കുഞ്ഞുങ്ങളെ 2 കട്ട്. ഇനി 85നെ 14 കൊണ്ട് ഗുണിക്കുക. ദേണ്ടേ 85നെ 14 കൊണ്ട് ഗുണിച്ചാല് I4 20 ശിഷ്ടം 2 32 32 5 37 37 2 39 ശിഷ്ടം 3 8 3 11 1190 1190. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സിംപ്ലി ഒരു മാർക്ക് കൂടെ നമ്മുടെ വെട്ടിയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്ന വില എന്ന് പറഞ്ഞാൽ 100%. 10% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 110. 10% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റ വില 90%. 20% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റ വില 120%. 20% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റ വില 80% ഓർമ്മയിൽ ഉണ്ടാകണം. അടുത്ത ചോദ്യം ദാ പിടിച്ചോ. ദാ ഇതാണ്. ഇതണ്ടേ, ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യനാ, പേടിക്കണ്ട. 10% പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ സുമ 8000 രൂപ നിക്ഷേപിച്ചു. മക്കളെ, ഒരു വർഷം കഴിഞ്ഞിട്ട് സുമയ്ക്ക് ലഭിക്കുന്ന തുക എത്ര? തുക എത്ര? തുക എത്ര എന്നാണ് ചോദ്യം. ഒരു വർഷം കഴിയുമ്പോൾ സുമയ്ക്ക് ലഭിക്കുന്ന തുക എത്ര എന്ന ചോദ്യം. ഒരു വർഷം കഴിയുമ്പോൾ അവൾക്ക് ബാങ്കിൽ നിന്നും പലിശ കിട്ടത്തില്ലേ? കിട്ടും. ആ പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I is equal to PNR by 100. 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 I എന്ന് പറഞ്ഞാല് പലിശ,
പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട്. എടാ നിക്ഷേപിച്ച തുക 8000 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 8000 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 8000 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ്, ഒരു വർഷം, എന്നിന്റെ വില 1 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് 10 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ഡിവൈഡഡ് ബൈ 100. I is equal to P പ്രിൻസിപ്പൽ എമൗണ്ട് 8000, n ഒരു വർഷം, എന്നിന്റെ വില 1, R എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ഡിവൈഡഡ് ബൈ 100. താഴെ കിടക്കുന്ന ഈ 0 കട്ടായി, ഈ 0 കട്ടായി, സ്വാഭാവികമായിട്ടും 800 എന്ന് വന്നു. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് 8000 ആയിരുന്നു. പലിശ കിട്ടുന്നത് 800 രൂപയാണ്. പലിശ കിട്ടിയ തുക എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ 800 ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് സുമയ്ക്ക് ലഭിക്കുന്ന പലിശ എത്ര എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. തുക എത്ര എന്നാകുമ്പോൾ ആ 8000 കിട്ടും, പ്ലസ് 800 കൂടെ കിട്ടും. 8800 ആൻസറിൽ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് പലിശ മാത്രമാണ്. പലിശ മാത്രം 800 ആണ്. 800 എന്ന് എഴുതി നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ആ ചോദ്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. സാധാരണ പലിശയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലെ വളരെ സിമ്പിൾ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരും കുഞ്ഞുങ്ങളെ. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചു. നല്ലൊരു ചോദ്യമാണത്. അടുത്തത് ഇതാണ്ടേ, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2 ആണ്. അവയുടെ തുക 225 ആണെങ്കിൽ വലിയ സംഖ്യ ഏതാടാ പിള്ളേരെ എന്നാണ് ചോദിച്ചത്. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 2 ആണ്. തുക 225 ആണ്. മക്കളെ അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ, വലിയ നമ്പർ, വലിയ സംഖ്യ, വലിയ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിക്കേ, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2 ആണ് എന്ന് പറഞ്ഞാല് ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാല് 2 റേഷ്യോയാണ്, അടുത്തവൻ 3 റേഷ്യോയാണ്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2 ആണെങ്കിൽ ആദ്യത്തവൻ 2 റേഷ്യോയാണെന്നും അടുത്തവൻ 3 റേഷ്യോ ആണെന്നും പറയാം. ആദ്യത്തവൻ 2 റേഷ്യോ, അടുത്തവൻ 3 റേഷ്യോ. ഇവന്മാര് രണ്ടുപേരുടെയും കൂടെ തുക 225 ആണെന്ന് ചോദ്യകർത്താവ് നമ്മളോട് പറയുന്നു. അപ്പോൾ എടാ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 225 കിട്ടുമെന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും 2 റേഷ്യോ 3 റേഷ്യോ കൂട്ടുമ്പോൾ 5 റേഷ്യോ എന്ന് കിട്ടും. ആ 5 റേഷ്യോ എന്ന് പറയുന്നത് 225 ആണെന്ന് പറഞ്ഞു എഴുതി വെച്ചു. ആ രണ്ട് സംഖ്യകളുടെ തുക 225 എന്ന് പറയുമ്പോൾ ആദ്യത്തവൻ 2 റേഷ്യോ, അടുത്തവൻ 3 റേഷ്യോ, കൂട്ടുമ്പോൾ 5 റേഷ്യോ. ആ 5 റേഷ്യോയാണ് ഇത് 225. അവിടുന്ന് തീർച്ചയായിട്ടും ഒരു റേഷ്യോ കണ്ടുപിടിക്കാന് എടാ 5 റേഷ്യോയുടെ വില 225 ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാല് മക്കളെ 225നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. എടാ 5 റേഷ്യോ 225 ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാല് 225നെ 5 കൊണ്ട് ഹരിച്ചാല് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാല് 4 5 20. 4 5 20ന്റെ ബാക്കി പിന്നെ 2 ഉണ്ട്. 5 5 25 45 എന്ന് വരും. അതായത് ഒരു റേഷ്യോ 45 ആണെന്ന് മനസ്സിലായി. എടാ ഒരു റേഷ്യോ 45 ആണ്. കണ്ടുപിടിക്കേണ്ടത് വലിയ സംഖ്യ ഏത്, വലിയ റേഷ്യോ ഏത്. അതായത് വലിയ സംഖ്യ എന്ന് പറഞ്ഞാല് 3 റേഷ്യോയാണ്, വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 3 റേഷ്യോയാണ്. അപ്പോൾ നമുക്ക് 3 റേഷ്യോയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 45നെ 3 കൊണ്ട് ഗുണിക്കുക. 45നെ 3 കൊണ്ട് ഗുണിച്ചാല് ആൻസർ 135. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഒരു മാർക്ക് കൂടി നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞത്. 1:3 എന്ന് പറഞ്ഞാല് ആദ്യത്തവൻ 1 റേഷ്യോ, അടുത്തവൻ 3 റേഷ്യോ. 2:5 എന്ന് പറഞ്ഞാല് ആദ്യത്തവൻ 2 റേഷ്യോ, അടുത്തവൻ 5 റേഷ്യോ. ഇവിടെ പറഞ്ഞത് 2:3, ആദ്യത്തവൻ 2 റേഷ്യോ, അടുത്തവൻ 3 റേഷ്യോ.
തുക 225 ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 225. അവിടുന്ന് ഒരു റേഷ്യോ കണ്ടുപിടിക്കുക. നമുക്ക് വേണ്ടത് വലിയ നമ്പർ ഏതാണ്, 3 റേഷ്യോ ഏതാണ്, വലിയ നമ്പർ ഏതാണ്, 3 റേഷ്യോ ഏതാണ്. 3 റേഷ്യോ 45 × 3 135. സെറ്റ്. അടുത്ത ചോദ്യം ഇതാ ചോദിച്ചത്. ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. 12 പേര് 24 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 16 പേര് എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കും എന്നാണ് ചോദിച്ചത്. ഇത് കാണുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടൈപ്പ് 5 പ്രോബ്ലം ആണിത്. M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ മക്കളെ നമുക്ക് പറയാം M1 D1 is equal to M2 D2 എന്ന് പറയാം. എടാ M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം M1 D1 is equal to M2 D2. M1 D1 is equal to M2 D2. M1 D1 is equal to M2 D2. മക്കളെ M1 എന്ന് പറഞ്ഞാൽ 12 ആണ്, ആളുകളുടെ എണ്ണം 12. എടാ D1 എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ എണ്ണം 24 ആണ്, 24 ആണ്. M2 എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം 16. മക്കളെ D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം M1 D1 is equal to M2 D2. M1 D1 is equal to M2 D2. M1 D1 is equal to M2 D2. ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 16 എടുത്ത് ഇപ്പുറത്തേക്ക് തട്ടിയാൽ ഹരണമാവത്തില്ലേ? ഗുണനം ഹരണമായിട്ട് മാറും, ഗുണനം ഹരണമായിട്ട് മാറും, ഗുണനം ഹരണമായിട്ട് മാറും. താഴോട്ട് 16 എഴുതിക്കൂ, വെട്ടിക്കൂ. 16 24 കൂടെ എത്ര കൊണ്ട് വെട്ടാം? 2 കൊണ്ട് വെട്ടാം, 4 കൊണ്ട് വെട്ടാം, 8 കൊണ്ട് വെട്ടാം. 8 കൊണ്ട് വെട്ടിക്കൂ. 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3. 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3 അല്ലേ? 16നെ 8 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേ? 16നെ 8 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേടാ? താഴെ കിടക്കുന്ന 2 മേളിൽ കിടക്കുന്ന 16 കൂടെ മേളിൽ കിടക്കുന്ന 12 കൂടെ 2 കൊണ്ട് വെട്ടാം, 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക. 2ന്റെ പകുതി 1, 12ന്റെ പകുതി 6, 6ഉം 3ഉം കൂടെ ഗുണിച്ചാല് 18. ഓപ്ഷൻ സി ഈസ് ദ പക്ക ആൻസർ. നമ്മൾ പഠിച്ചു ആ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 11 ടൈപ്പ് ചോദ്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അതിലെ 5ാമത്തെ ടൈപ്പാണ് നിങ്ങൾക്ക് ചോദിച്ചത്. M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം M1 D1 is equal to M2 D2 എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചു. ശരാശരി കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ അത് സമാന്തര ശ്രേണിയാണോ നോക്കുക. 12, 14, 17, 22 ഒരു ബന്ധവും ഇല്ല. തന്നിരിക്കുന്ന സംഖ്യകൾക്കിടയിൽ വരുന്ന വ്യത്യാസം തുല്യമാണെങ്കിൽ ആ വ്യത്യാസത്തിനെ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം. അങ്ങനെ പൊതുവ്യത്യാസമുള്ള സംഖ്യകളുടെ കൂട്ടമാണെങ്കിൽ അതിനെ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞേനെ. അങ്ങനെ സമാന്തര ശ്രേണിയാണെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാന് ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ശരാശരി കണ്ടുപിടിക്കും? എടാ ശരാശരി അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ശരാശരി അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് സംഖ്യകളുടെ തുക എടുക്കുക, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. കുഞ്ഞുങ്ങളെ സംഖ്യകളുടെ തുക എടുത്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാല് ശരാശരി അല്ലെങ്കിൽ മാധ്യം കിട്ടും, ശരാശരി അല്ലെങ്കിൽ മാധ്യം കിട്ടും. അപ്പൊ ഇവന്മാരെ എല്ലാവരോടും ഒന്ന് കൂട്ടിക്ക്. ഇവന്മാരെ എല്ലാവരെയും കൂടെ കൂട്ടിയാൽ 2, 4, 6, 6, 7, 13. 13ഉം 2ഉം കൂടെ കൂട്ടിയാൽ 15. 15, 8, 23. 23, 3ഉം കൂടെ കൂട്ടിയാൽ 26. ശിഷ്ടം 2. 2, 3, 5. 5ഉം 2, 7. 7ഉം 2, 9. 9, 1, 10. 10, 1, 11. 11, 1, 12. 12, 12, 126 എന്ന് വരും. അപ്പോ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്
126 ആണെന്ന് മനസ്സിലായി. സംഖ്യകളുടെ തുക 126. എണ്ണം എന്ന് പറയുന്നത് 1 2 3 4 5 6. 126നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 2 6 12, 1 6 6. നമ്മളുടെ ആൻസർ 21. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലെ വളരെ സിമ്പിൾ ചോദ്യമാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച് അവസാനിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പതിയെ പോകുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 9ാമത്തെ ചോദ്യമാണ്. എടാ, നമ്മുടെ ചോദ്യം എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 4n = 256 ആണെങ്കിൽ എന്നിന്റെ വില എത്ര എന്ന ചോദ്യം സ്ഥിരം ചോദ്യം. അപ്പോൾ ഒരു സൈഡിൽ കൃത്യംഗ സംഖ്യയും മറ്റൊരു സൈഡിൽ കൃത്യംഗ സംഖ്യ അല്ലാതെ വരികയും ചെയ്താൽ, ഒരു സൈഡിൽ കൃത്യംഗ സംഖ്യയാണ്, മറ്റൊരു സൈഡിൽ കൃത്യംഗ സംഖ്യ അല്ലാതെ വരികയും ചെയ്താൽ, എവിടെയാണോ കൃത്യംഗ സംഖ്യ അല്ലാതെ കിടക്കുന്നത് അവിടെ നിങ്ങൾ കൃത്യംഗ സംഖ്യ ആക്കണം എന്നുള്ളതാണ്. അതായത് എടാ കുഞ്ഞുങ്ങളെ, ലെഫ്റ്റ് സൈഡിലെ 4n അതുപോലെ എഴുതിക്കൂ. റൈറ്റ് സൈഡിലെ 256 എന്ന് പറയുന്നവനെ കൃത്യംഗ സംഖ്യയാക്കി മാറ്റണം. 256നെ നിങ്ങൾ ഒരു കൃത്യംഗ സംഖ്യയാക്കി മാറ്റണം. പക്ഷേ ആധാര സംഖ്യ അല്ലെങ്കിൽ ബേസ് നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കണം. ബേസ് നമ്പർ അല്ലെങ്കിൽ ആധാര സംഖ്യ 4 ആയിരിക്കണം. ഒന്നുമില്ല, 256നെ 4 കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്താൽ മതി. 256നെ 4 കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. 256നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര? 256നെ 4 കൊണ്ട് ഹരിച്ചാല് 6 4 24, ശിഷ്ടം 1, 4 16 64 എന്ന് വരും. ആ 64നെ വീണ്ടും 4 കൊണ്ട് ഹരിച്ചാല് 1 4 4, ശിഷ്ടം 2, 6 4 24 16 എന്ന് വരും. 16നെ വീണ്ടും 4 കൊണ്ട് ഹരിച്ചാല് 4 16. അപ്പോൾ മക്കളെ 256നെ 4 കൊണ്ട് ഹരിച്ചാൽ 64, 64നെ 4 കൊണ്ട് ഹരിച്ചാൽ 16, 16നെ 4 കൊണ്ട് ഹരിച്ചാൽ 4. അതായത് 256 എന്ന് പറയുന്നവൻ 1 2 3 4 4 എന്ന് എഴുതിക്കൂടെ? 256 എന്ന് പറയുന്നവന് 4 എന്ന് എഴുതാം. കണ്ടോ? 256 എന്ന് പറയുന്നവന് 4 എന്ന് എഴുതിയാൽ രണ്ട് കൃത്യംഗ സംഖ്യകൾ തുല്യമായിരിക്കുകയും അവയുടെ ബേസ് നമ്പർ അല്ലെങ്കിൽ ആധാര സംഖ്യയും തുല്യമാണെങ്കിൽ, എടാ പിള്ളേരെ, പവറുകൾ തുല്യമായിരിക്കും. പവറുകൾ തുല്യമായിരിക്കും. ഇവിടുത്തെ പവർ n ആണ്, അവിടുത്തെ പവർ 4 ആണ്. അവ n = 4 എന്ന് എഴുതാം. n = 4 എന്ന് എഴുതാം. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ ബോട്ട് മാസ് പറഞ്ഞതുപോലെ തന്നെ കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 50 ചോദ്യങ്ങളെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്തു പഠിച്ചതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോകാവുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ അത് ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ തുടർന്ന് നമുക്കുള്ള ക്ലാസ്സുകളിൽ ബോട്ട് മാസിന്റെ ഒരു 50 ചോദ്യങ്ങളും അതേപോലെ തന്നെ കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു 50 ചോദ്യങ്ങളും അടങ്ങുന്ന ഒരു ലെങ്തി വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇത് ഈ ക്ലാസ്സിലെ 10ാമത്തെ ചോദ്യമാണ്. അങ്ങനെ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച 10 ചോദ്യങ്ങളും ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചിരിക്കുന്നു. ചോദ്യം: ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 52 സെന്റിമീറ്റർ ആണ്. കാരണം ചുറ്റളവ് നമ്മൾ സെന്റിമീറ്ററിലാണ് പറയുന്നത്. പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണമാണ് നമ്മൾ ചതുരശ്ര ചേർത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ ചുറ്റളവ് 52 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. ഒരു സൈഡിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം സമചതുരത്തിന്റെ എല്ലാ ഇക്വേഷനും ഞാൻ പറയാം. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് കാണാതെ പഠിച്ചാൽ ഉപകാരമായിരിക്കും. എടാ മക്കളെ, സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് എ, സൈഡ് എ ആണ്. സൈഡ് എ വന്നു കഴിഞ്ഞാൽ
പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ, എ സ്ക്വയർ, എ സ്ക്വയർ, എ സ്ക്വയർ. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4a 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 4a. വികർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a√2 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 a√2. എടാ കുഞ്ഞുങ്ങളെ, വികർണം തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, d²/2 ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട 4 ഇക്വേഷൻസ് ക്ലാസ്സിൽ പറഞ്ഞു. സൈഡ് തന്നിട്ട് പരപ്പളവ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ a², ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞ 4a, വികർണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ a√2, വികർണം തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് d²/2 വേണ്ടേ. ചുറ്റളവ് 52. എടാ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4a. മക്കളെ 4a എന്ന് പറഞ്ഞാൽ 52. അപ്പോൾ a = 52 ÷ 4 13. എയുടെ വില 13 ആണെന്ന് മനസ്സിലായി. സൈഡ് 13. ഒരു വശത്തിന്റെ നീളം എത്ര എന്നാ ചോദിച്ചത്, അത് തന്നെയാണ് ചോദ്യം. അപ്പൊ ഉത്തരം 13 ആണ്. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞുപോയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു 10 ചോദ്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള മാത്സിന്റെ 2ാമത്തെ റിവിഷൻ ക്ലാസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള 10 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആധികാരികമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിൽ 2 മാസം 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു ബൂസ്റ്റർ ക്ലാസ് പോലത്തെ ഒരു ബാച്ച്. 60 ദിവസം കൊണ്ട് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ 2 മാസം 60 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന ഒരു ബാച്ച് നമ്മൾ CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും അധ്യാപകർ സ്ഥിരമായിട്ട് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ്സുകളും അതിന്റെ നോട്ടുകളും ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ മാത്രം കണ്ടെത്തിക്കൊണ്ട് നിങ്ങളെ ലൈവിൽ പഠിപ്പിച്ചുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ചിൽ പരിചയപ്പെടുന്നത്. കാരണം നമുക്ക് ദിവസങ്ങൾ കുറവായതുകൊണ്ട് ഒരു പരന്ന പഠനത്തിലേക്ക് പോകാതെ 2021 മുതൽ 2026 വരെയുള്ള ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് CCയിലെ അധ്യാപകർ ലൈവിൽ വന്ന് പഠിപ്പിച്ച് അതിന്റെ നോട്ടുകളും തയ്യാറാക്കി തന്ന് ടോപ്പിക് എക്സാമുകളും റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും നടത്തി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് നിങ്ങൾക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ചിൽ നിന്നും കിട്ടുന്നത്. ഇതുവഴി നിങ്ങളുടെ ആ സ്വപ്ന ജോലി യാഥാർത്ഥ്യമാക്കുവാൻ CCയുടെ അധ്യാപകർ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് പഠിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. അതിനുവേണ്ടി ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കുറെ നാളുകൊണ്ടേ ഉള്ള സ്വപ്ന ജോലി യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു അവസാനത്തെ അവസരമായിട്ട് CCയുടെ ലൈവ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.